ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇനി വരാനിരിക്കുന്ന അടുത്ത ആഴ്ചയിലെ ഫുൾ വിശേഷത്തിലേക്കും പിന്നെ നാളത്തെ കുറച്ച് വിശേഷത്തിലേക്കും എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ നെക്സ്റ്റ് വീക്ക് പ്രമോയിലേക്ക് കടന്നാലോ. അപ്പോൾ ഇന്നത്തെ വിശേഷവും പ്രമോയൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ബോറാക്കുന്നൊന്നുമില്ല, നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അങ്ങനെ ദേ നമ്മുടെ അലീനയുടെ മൊഴി പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ അലീന പറഞ്ഞിരിക്കുന്നത്, അലീന എങ്ങാണ്ട് ഇങ്ങനെ സിസർ ഉപയോഗിച്ച്, അതായത് കത്രിക വെച്ച് തോർത്തിന്റെ അറ്റം എങ്ങാണ്ട് കണ്ടിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും കസേരയിൽ നിന്ന് മറിഞ്ഞും താഴെ പോയി അറിയാതെ കയ്യിലിരുന്ന കത്രിക വയറ്റിൽ കുത്തി. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മുടെ നോവലിലുണ്ടല്ലോ ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് ബോധമില്ല, ആ ഒരു സമയത്ത് അറിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതാണ് ഞാൻ ഇന്നലെ ആ ഒരു ഇത് നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു കൺഫേം അല്ല എന്ന്. പക്ഷെ നമ്മുടെ അലീന ഇതിൽ പറഞ്ഞിരിക്കുന്നത് അറിയാതെയാണ് സംഭവിച്ചത് എന്നാണ്. ഏതായാലും ഇത് കേട്ടിട്ട് പോലീസുകാർ വിട്ടുപോയി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ മനുവിനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. മനുവിനെന്നല്ല, ഈ പറയുന്ന ബാലേന്ദ്രനും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കസേരയിൽ നിന്ന് നേരെ വീഴുക, കത്രിക കുത്തിക്കേറുക, അതും അത്രയും ആഴത്തിൽ കുത്തിക്കേറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത അവിശ്വസനീയമായ കാര്യം തന്നെയാണ്. അങ്ങനെ മനു ചോദിക്കുന്നുണ്ട്, ഇത് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? എനിക്കിത് തോന്നുന്നില്ല അങ്കിളെ എന്ന് പറയുമ്പോൾ, പിന്നെ നീ എന്താ പറയുന്നത്? അല്ല, അങ്കിളിന് തോന്നുന്നുണ്ടോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന്? ഇതൊന്നും അല്ല. അലീനെ ആരെയൊക്കെയോ രക്ഷിക്കാൻ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ അലീനെ എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും ഈ പറഞ്ഞത് വെറും പച്ചക്കള്ളമാണെന്ന്. അപ്പം ബാലേന്ദ്രൻ പറഞ്ഞു, അലീന പറഞ്ഞതല്ലേ നമുക്ക് അറിയത്തുള്ളൂ മനു, അതിൽ കൂടുതൽ നമുക്കൊന്നും അറിയില്ലല്ലോ. നമ്മളിപ്പോൾ അലീനയോട് സംസാരിച്ചിട്ടുമില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അലീനയോട് ആദ്യം കയറി സംസാരിക്കാം, അവളോട് ചോദിക്കാം. പോലീസിനോട് അവള് മാറ്റി പറഞ്ഞതാണെങ്കിൽ ഇനിയിപ്പോ സത്യം അല്ലെങ്കിൽ അവള് നമ്മളോട് പറയൂല്ലോ. ബാ നമുക്ക് കയറാന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും അങ്ങോട്ട് എന്തോ ഒരു മരുന്ന് മേടിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനുവിന്റെ കയ്യിലേക്ക് അവിടെ ഒരു സിസ്റ്റർ ഒരു കുറിപ്പ് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മനു വന്നാൽ പിന്നെ അങ്കിള് കയറി ഇപ്പൊ കാണാൻ ഞാൻ മരുന്ന് മേടിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് മെഡിസിൻ മേടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ബാലേന്ദ്രൻ നേരെ അകത്ത് കയറി ഉടനെ അലീന കണ്ണൊക്കെ തെളിഞ്ഞ് കിടക്കുകയാണ്. അപ്പം ഈ ഒരു കുത്തനുഭവിച്ച് കിടക്കുന്ന ആ വേദനയിലും ബാലേന്ദ്രനെ കാണുമ്പോൾ ഒരു ചെറിയൊരു പുഞ്ചിരിയോട് കൂടിയാണ് നമ്മുടെ അലീന നോക്കുന്നത്. പെട്ടെന്ന് ബാലേന്ദ്രൻ അടുത്ത് എന്നിട്ട് ചോദിക്കുക, എന്താ മോളെ നിനക്ക് പറ്റിയത്? എന്താ സംഭവിച്ചത്? എന്താണെങ്കിലും ഈ അങ്കിളിനോടെന്നല്ല എന്നോട് സത്യം പറ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അത് പിന്നെ അങ്കിളെന്നല്ല സോറി, അത് പിന്നെ സാറിനൊക്കെ ബുദ്ധിമുട്ടായല്ലേ, ഒരുപാട് ബുദ്ധിമുട്ടായല്ലേ? ആ ഒരു സമയത്ത് എന്തോ എൻ്റെ കയ്യിൽ നിന്നും കത്രിക താഴെ വീണതാണോ, ഞാൻ താഴെ വീണതാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആ കത്രിക ഉപയോഗിച്ച് തോർത്തിന്റെ ആ അറ്റത്തെ നൂല് കട്ട് ചെയ്യായിരുന്നു. അപ്പോഴേതായാലും സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലേന്ദ്രൻ പറഞ്ഞു, സത്യം പറ അലീന, എന്താ ഉണ്ടായത്, എന്താ നടന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് സത്യമായിട്ടും ഇതാ ഉണ്ടായത്, അല്ലാതെ വേറൊന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബാലേന്ദ്രൻ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആവർത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും ക്ഷമിച്ചേക്കണം, പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കാം. അങ്ങനെ ബാലേന്ദ്രന് കൂടുതൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോഴേക്കും അലീന ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി അവിടെ ഉണ്ടോ, എല്ലാവരും അവിടെ ഉണ്ടോ, കൃഷ്ണമോള് വന്നോ, എല്ലാവരും അറിഞ്ഞോ, മേഡത്തിന് എന്നോട് ദേഷ്യമായിരിക്കും അല്ലേ, ഇപ്പം മേഡത്തിന് എന്നോടുള്ള ദേഷ്യം കൂടി കാണുമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം, നീ ഇപ്പം അതൊന്നും ചിന്തിക്കുകയൊന്നും ചെയ്യേണ്ട മോളെ, നീ ഇപ്പം അതൊന്നും അല്ല ചിന്തിക്കേണ്ടത്. നിനക്ക് ഒത്തിരി രക്തം നിന്റെ ശരീരത്തിൽ നിന്ന് പോയിട്ടുണ്ട്. രക്തം നിനക്ക് കയറ്റിയിട്ടുണ്ടെങ്കിലും നീ ഇപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് മെഡിസിനൊക്കെ കഴിച്ച് നീ ഹെൽത്തി ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ വേറൊന്നും ചിന്തിക്കുകയൊന്നും വേണ്ട. നിനക്കൊരു അബദ്ധം പറ്റിയതായിരിക്കാം, അതിപ്പം സ്വാഭാവികമായിട്ടും മനുഷ്യർക്ക് സംഭവിക്കാവുന്ന കാര്യമല്ലേ. ഹോസ്പിറ്റലിലെ കേസും അതൊന്നും ഓർത്തിട്ട് നീ വിഷമിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ, അല്ല ഇത്രയും നല്ല സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുവന്ന് ഒത്തിരി പൈസയൊക്കെ ആവില്ലേ? മോളെ, ഞാൻ പറഞ്ഞു അലീനെ, ഇപ്പം നിന്നെ രക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കടമ. ഞങ്ങളുടെ വീട്ടിൽ വെച്ചാണ് നിനക്ക് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ നിന്നെ രക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കടമ, അതല്ലാതെ വേറൊന്നും ഞങ്ങളുടെ മുമ്പിലില്ല. അതിപ്പോ ഇതിൽ കൂടുതൽ എത്ര വലിയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടെങ്കിലും അവിടെ കൊണ്ടുപോയി നോർത്ത് അതൊരു ഇതായിട്ട് നീ കാണണ്ടായെന്നും ഇങ്ങനെ പറഞ്ഞിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ബാലേന്ദ്രൻ എടുത്ത് പറയും, ഇനിയിപ്പം നിന്റെ ശമ്പളത്തിൽ നിന്ന് ഇതുവല്ലോ കട്ട് ചെയ്ത് നോർത്തിട്ടാണോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക്, അയ്യോ സാറേ അതൊന്നും അല്ല എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ബാലേന്ദ്രൻ, എന്നാ പിന്നെ ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് മെഡിസിൻ ആയിട്ട് വന്ന മനു അകത്തേക്ക് കയറുകയാണ്. അകത്തേക്ക് കയറി സിസ്റ്റർ ഇന്ന മെഡിസിൻ എന്ന് പറയുന്നു. എന്നിട്ട് അലീനയുടെ അടുത്തേക്ക് നേരെ ചെന്ന് ഇരിക്കുകയാണ്. അവിടെ അലീനയുടെ അടുത്ത് ഇരുന്നിട്ട്
അലീനയുടെ കൈ ഇങ്ങനെ ഇങ്ങനെ കിടക്കാണല്ലോ. അപ്പൊ ആ കൈയുടെ മീതെ തന്റെ കൈ ഇങ്ങനെ വെച്ചു. തന്റെ കൈ ഇങ്ങനെ പിടിച്ചിങ്ങനെ വെച്ചിട്ട് കുറച്ചു നേരം അലീനയുടെ കണ്ണിൽ തന്നെ നോക്കുകയാണ്. അപ്പോഴത്തേക്കും അലീന നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അലീന, അതെ, എന്താ സാർ, എന്താ മനുവേട്ട ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചപ്പം, ഹേയ് ഒന്നുമില്ല, തൻ്റെ കണ്ണുകൾ കാണുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും താൻ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണെന്ന്. തൻ്റെ ഈ കണ്ണിൽ നോക്കിയാൽ എനിക്ക് അറിയാൻ പറ്റൂലോ എന്ന് പറഞ്ഞപ്പം, അതെന്താ മനുവേട്ടൻ ഇപ്പം അങ്ങനെ പറഞ്ഞത്? ഏതായാലും ഞാൻ ഇപ്പം നിന്നോടൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല, ഇപ്പം നിന്നോട് ഞാനൊന്നും ചോദിക്കുന്നുമില്ല, നീ ഇപ്പം എന്നോടൊന്നും പറയുകയും വേണ്ട. പക്ഷേ നിന്റെ ആരാ ഞാന്? നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത് ഞാനാണ്. അപ്പം നിനക്ക് എന്ത് സംഭവിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയേണ്ട ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ട്. അതിനിപ്പം നീ പറയാൻ നിനക്ക് മനസ്സില്ല എങ്കിലും വഴിയെ ഞാൻ കണ്ടുപിടിച്ചോളാം, എന്താണെന്ന് വഴിയെ ഞാൻ കണ്ടുപിടിച്ചോളാം. കുറച്ചു പേരെയൊക്കെ എനിക്ക് സംശയമുണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പം, അയ്യോ മനുവേട്ട, ആരെയും സംശയിക്കേണ്ടതൊന്നുമില്ല. അല്ല, ആരെയും സംശയിക്കേണ്ടെങ്കിൽ ഇത് ചെയ്ത് ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളെ മാത്രം സംശയിച്ചാൽ മതിയല്ലോ. ഏയ് മനുവേട്ട, ഞാൻ പറഞ്ഞല്ലോ വേണ്ട എന്നിങ്ങനെ പറയാണ്. പക്ഷെ നമ്മുടെ അലീന അവിടെ പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ഇല്ല. ചിലപ്പോൾ അലീന ഇപ്പൊ പറഞ്ഞേക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അലീന കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഏതായാലും മനുവിനോട് പറയാതിരിക്കത്തില്ല. എല്ലാം മനുവിനോട് പറയുന്നതല്ല. അപ്പൊ ഇത് മനുവിനോട് പറയാതിരിക്കില്ലല്ലോ, അല്ലെങ്കിൽ മനു കണ്ടുപിടിക്കാതിരിക്കത്തില്ല. മനു എന്നല്ല, ബാലേന്ദ്രൻ, വൈജ, ഇവരൊക്കെ അറിയും ഈ സത്യം. അത് അലീനയുടെ വായിൽ നിന്നല്ല അറിയുന്നത്, അത് രോഹിത്തിന്റെ വായിൽ നിന്ന് തന്നെ പുറത്തു കൊണ്ടുവരിക്കും നമ്മുടെ മനുവെ. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഹോസ്പിറ്റലിൽ നമ്മുടെ അലീന സേഫൊക്കെയാണ്. ഈ ഒരു സമയത്ത് പാതിരാത്രി പേടിച്ചു വിറച്ചാണ് കയറി വരുന്നത് രോഹിത്തെ. അങ്ങനെ രോഹു വീട്ടിലെത്തിയതും നമ്മുടെ വൈജ വാതിൽ തുറന്നു. ഇത് എവിടെ പോയേക്കുമായിരുന്നില്ല ഇത്രയും നേരം? നീ കുറെ നേരം ആയല്ലോടാ താമസിക്കാൻ തുടങ്ങിയിട്ട്, സമയം എത്ര മണിയായെന്ന് ഓർത്തോണ്ടാ? ചുമ്മാ മനുഷ്യനെ വീട്ടിൽ പേടിപ്പിക്കാനായിട്ട്. അല്ല, ഇതെന്താ രോഹു നിന്റെ മുഖത്തൊരു പാട്? അത് പിന്നെ അമ്മേ, മുഖത്തെ അത് ഞങ്ങളുടെ കോളേജില് ഒരു ചെറിയൊരു സ്ട്രൈക്കും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ അതിനിടയിൽ ചെറിയൊരു പോറല് പറ്റിയതാന്ന് പറഞ്ഞപ്പോ, പോറലോ? എന്ത് പോറല്? അല്ല, ചെറിയൊരു പോറല, അത് ഞാൻ സൈഡിൽ ഇങ്ങനെ ഭിത്തിയുടെ സൈഡിൽ കൂടെ പോയപ്പോ ഒന്ന് ഒരഞ്ഞതാന്നിങ്ങനെ പറഞ്ഞു. എന്തൊരഞ്ഞെങ്കിലും അതെ, നീ ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിച്ചോ? ചിലപ്പോൾ വല്ല സെപ്റ്റിക്കൊക്കെ ആവും എന്ന് പറഞ്ഞപ്പോ, ഞാൻ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് കാണിച്ചു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് മുഖം കൊടുക്കാതെ നേരെ മുകളിലേക്ക് കയറി പോവുകയാണ്. അപ്പൊ ഇതിനു മുമ്പ് വേറൊരു ചെറിയ സീനും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബബിത, അപ്പം ആ ഒരു ബ്ലഡ് ഒക്കെ വീണ് കിടക്കുന്നത് നമ്മുടെ വൈജയന്തി കഴുകിയൊന്നും കളഞ്ഞില്ലായിരുന്നു. അപ്പൊ വൈജയന്തി അവിടെ ക്ലീൻ ആക്കുകയാണ്. അപ്പം മക്കളോടും പറഞ്ഞു തുടച്ച് ക്ലീൻ ആക്കാം, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ, പട്ടാരക്കാലത്തിന്റെ ബ്ലഡൊക്കെ ഇപ്പൊ തുടയ്ക്കേണ്ട അവസ്ഥയാന്ന് പറഞ്ഞ് അതൊക്കെ തുടച്ച് ക്ലീൻ ആക്കി. അങ്ങനെ ക്ലീൻ ആക്കി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ആ ഒരു ക്യാപ്സ്യൂളിന്റെ ഒരു കവർ കിട്ടിയത്. ആ ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് പൊടി മാറ്റി കഴിഞ്ഞാൽ ഒരു ക്യാപ്സ്യൂളിന് ഒരു കവർ വരുമല്ലോ. ആ കവർ നമ്മുടെ ബബിതയുടെ കൈ കിട്ടിയിട്ട്, ഇതെന്താ കൃഷ്ണേ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കണം. അപ്പൊ കൃഷ്ണ, ഇതൊരു ക്യാപ്സ്യൂൾ ആണല്ലോ ചേച്ചി, ഇതെങ്ങനെ ഇവിടെ വന്നു? എനിക്കറിയത്തില്ല, ഇതെങ്ങനെ ഇവിടെ വന്നു? അല്ല, ഇത് ഇനിയിപ്പം മുത്തശ്ശിയുടെ വല്ല മരുന്നുമായിരിക്കുമോ എന്ന് പറഞ്ഞ് നേരെ വൈജയുടെ അടുത്ത് കൊണ്ടുപോവാണ്. അല്ലമ്മ, ഇത് മുത്തശ്ശിയുടെ മരുന്ന് വല്ലതും ആണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എനിക്കൊന്നും അറിയത്തില്ല അമ്മ, ഏതൊക്കെയാ മരുന്ന് കഴിക്കുന്നില്ല എന്നൊക്കെ അലീനയ്ക്ക് അറിയത്തുള്ളൂ എന്ന് പറയാം. അപ്പൊ ആ ഒരു ക്യാപ്സ്യൂള് തന്നെ കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ ബബിതയ്ക്കും കൃഷ്ണയ്ക്കും ചെറിയൊരു സംശയം തോന്നുന്നുണ്ട്. പക്ഷെ വൈജയ്ക്ക് യാതൊരു സംശയവും ഇല്ല, മകനെ കുറിച്ച് സംശയമില്ല, വീട്ടുകാരെ കുറിച്ച് സംശയമില്ല, അലീനെ കുറിച്ചാണ് സംശയം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ വൈജ അത് കൂടുതൽ കാര്യമാക്കുന്നില്ല. അതിനിടയ്ക്ക് കമല വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. ഇവിടുന്ന് മനു പോയതാ, ഇതുവരെ വന്നിട്ടില്ല, അവൻ ഇവിടെ കയറാതെ അങ്ങോട്ടേക്ക് പോയതെന്ന് പറഞ്ഞപ്പം, അവനെ ഒന്ന് സൂക്ഷിച്ചോ, അതായിരിക്കും കമലയിടത്തേക്ക് നല്ലതെന്ന് വൈജ പറയാ. അപ്പൊ കമല പറയുന്നുണ്ട്, അവനിങ്ങ് വരട്ടെ, ഇനി ഹോസ്പിറ്റലിൽ ഞാൻ അവനെ വിടത്തില്ല, അവൻ എന്തിനാ ഇതിനെയൊക്കെ പുറകെ നടക്കുന്നത്? എങ്ങനെ പുറകെ നടക്കാതിരിക്കും? അവള് വളച്ചു വെച്ച് കയ്യിൽ ഒടിച്ചു വെച്ചേക്കല്ലേ. മനുവിനെയും അതുപോലെ തന്നെ ഇവിടെയുള്ള ബാലേന്ദ്രനെ അവള് ചാക്കിലാക്കി വെച്ചേക്കുക. പിന്നെ മുത്തശ്ശി എന്ന് പറഞ്ഞ എൻ്റെ അമ്മയുടെ പുറകെ ഒലിപ്പിച്ച് നടന്ന് എല്ലാവരെയും സോപ്പിട്ട് വെച്ചേക്കല്ലേ. ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് ആർക്കറിയാം? അവള് പറയുന്നു തന്നെ എങ്ങാണ്ട് കത്രിക കുത്തി കയറ്റിയതാണെന്നോ എങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അല്ല നടന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അവൾക്ക് വല്ല കള്ളക്കാമുകന്മാരോ പൈസ ഇടപാടുകളൊക്കെയോ കാണുമായിരിക്കുന്നേ. അങ്ങനെ എങ്ങാണ്ട് പിടിവലിക്കിടയിലാണ് ഇത് നടന്നിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വൈജയന്തി പറഞ്ഞ് ജാക്കത ഉണ്ടാക്കും. അപ്പൊ ഇത് കേൾക്കുന്നുണ്ട് രോഹിത്. അപ്പൊ രോഹിത് ആശ്വാസത്തോടു കൂടി ശങ്കിൽ ഇങ്ങനെ കൈവയ്ക്കുക. എന്നാലും രോഹിത്തിനൊരിത്, എന്തായിരിക്കാം, എന്താ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്, അതെന്തിനാ അങ്ങനെ പറഞ്ഞത് നമ്മുടെ അലീന സത്യം എന്താ പറയാത്തത് എന്നൊക്കെ ഇങ്ങനെ രോഹിത്തിന് ഇങ്ങനെ മനസ്സിൽ തോന്നുന്നുണ്ട്. ഏതായാലും രോഹിത്തിന് സോഫ്റ്റ് കോർണർ ഒന്നുമില്ല എങ്കിൽ പോലും അലീന അത് പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇനിയിപ്പം ഈ ഒരു ശല്യ കാര്യങ്ങൾക്കായിട്ട് അലീനയുടെ അടുത്ത് നിൽക്കണ്ട, അലീനയുടെ പുറകെ നടക്കണ്ട എന്നൊരു തീരുമാനമൊക്കെ നമ്മുടെ രോഹിത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന് ശേഷം പിന്നെ നമ്മുടെ ഡോക്ടർ ഉണ്ടല്ലോ,
ഡോക്ടർ ഒരു കാര്യം അങ്ങ് തുറന്നു പറയുക. ഏതായാലും എന്താണെങ്കിലും ആ കുട്ടിയുടെ ശരീരത്തിൽ എന്തോ ഒരു മയക്കുമരുന്ന് ചെന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയൊക്കെ സംഭവിക്കാൻ ഇടയായതും ആ ഒരു ഇത് ചെന്നതിന്റെ സമയത്താണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്ന്. ഇപ്പൊ എന്തോ സംഭവിച്ചോട്ടെ, ഏതായാലും ആ ഒരു മയക്കുപൊടി ചെന്നിട്ടുണ്ട്. അത് മയക്കുമരുന്നാണോ ഇനി എന്തെങ്കിലും ഫുഡിൽ നിന്ന് കിട്ടിയതാണോ അതൊന്നും അറിയില്ല. എന്തോ ഒരു സംഭവം അവളുടെ ശരീരത്തിൽ ചെന്നിട്ടുണ്ട്. അത് അവള് നന്നായിട്ട് ബാധിച്ചിട്ടുമുണ്ടെന്ന്. ഇതൂടെ കേട്ടുമ്പോഴത്തേക്ക് നമ്മുടെ മനു ബാലേന്ദ്രനോട് ചോദിക്കുകയാണ്, ഇപ്പം ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് അങ്കിളിന് തോന്നുന്നില്ലേ? എന്തോ സംഭവിച്ചിട്ടുണ്ട് അങ്കിളെ, എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് അത് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ അത് വീട്ടിലുള്ളവർ തന്നെയാണ്. വീട്ടിലുള്ളവരറിയാതെ വേറൊന്നും അല്ല, അത് വീട്ടിലുള്ളവരുടെ പരിപാടി തന്നെയാന്ന് ഇങ്ങനെ പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ബാലേന്ദ്രനെ കിടുകിടാ വരയ്ക്കാം. അപ്പൊ ബാലേന്ദ്രൻ ചോദിച്ചു, അല്ല മനു, നിനക്കാരെങ്കിലും സംശയം? എനിക്ക് സംശയം ഉണ്ടോന്ന് ചോദിച്ചാല് സംശയമൊക്കെ ഉണ്ട്. ഏതായാലും സംശയം ഇപ്പൊ ദൂരീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാനേ ഒരു കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യാനുണ്ട് എന്നിങ്ങനെ പറയാം. എന്നാൽ പിന്നെ ഞാൻ വീട് വരെ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലേന്ദ്രൻ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ബാലേന്ദ്രന് ചെറിയൊരു സംശയം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ മൊത്തം ചെക്ക് ചെയ്ത് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രോഹിത്തിനെയും ഒരു ചെറിയ സംശയമുണ്ട്. രോഹിത്തിനെയും ഹരീനെയും ഒക്കെ സംശയം ഉണ്ടാകണമല്ലോ, അവരുണ്ടാകാനുള്ള രീതിയിലാണല്ലോ കാര്യങ്ങളൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ രോഹിത്ത് താമസിച്ചാണ് ഇന്ന് വന്നതെന്നും ഒക്കെ ഇങ്ങനെ ജയന്തി പറഞ്ഞു. അപ്പം വൈജ പറഞ്ഞു. അപ്പം വൈജ പറഞ്ഞ് പ്രമാണിച്ച് ഞാനൊന്ന് രോഹിത്തിനെ കാണട്ടെ എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോകുന്നുണ്ട്. രോഹിത്തിനെ മറിച്ചിട്ടും തിരിച്ചിട്ടും കിടത്തിയിട്ടും നിർത്തിയിട്ടും ഇരുത്തിയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മാറി മാറി ചോദിക്കുന്നുണ്ട്. രോഹിത്തിന് ഇതിന് വല്ലോ അറിയാമോ, രോഹിത്തിന് ഇതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി. മാത്രമല്ല നമ്മുടെ കൃഷ്ണമോൾക്കും ചെറിയ സംശയമുണ്ട്. കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, ഏട്ടൻ ഇവിടെ വന്നായിരുന്നോ, ഇന്ന് ഏട്ടൻ ഇവിടെ വന്നായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് തെളിവുകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഏട്ടൻ ഇവിടെ വന്നായിരുന്നോ എന്ന് ചോദിക്കുന്നത് നമ്മുടെ കൃഷ്ണമോള്. അപ്പൊ എല്ലാം കൊണ്ടും രോഹിത്ത് കുടുങ്ങുമെന്ന് രോഹിത്തിന് ചെറിയ സംശയമുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ രേവതി ഈ കാര്യങ്ങൾ അറിഞ്ഞ് വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. അപ്പൊ രേവതി നമ്മുടെ അലീനയ്ക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞിട്ട് രേവതി കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ, രേവതിയും ഗ്രേസിയൊക്കെ. ഏതായാലും അപ്പോൾ ഒരു വലിയൊരു ട്വിസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പൊ രേവതി കാണാനായിട്ട് വരുമ്പം രേവതി അലീനയെ കാണുന്നു, സംസാരിക്കുന്നു. ഈ പച്ചക്കള്ളമൊന്നും നമ്മുടെ രേവതി വിശ്വസിക്കത്തില്ല. രേവതി ചോദിക്കുന്നുണ്ട്, ആ സമയത്ത് രോഹിത്തേട്ടൻ അവിടെ വന്നായിരുന്നുവല്ലോ, എന്നിട്ട് എന്തിനാണ് അവിടെ ആരും വന്നില്ല, തന്നെ ആയിരുന്നു എന്ന് മൊഴി കൊടുത്തത് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് അലീന പകച്ചു പോകും. അതിന്റെ കൂടെ നമ്മുടെ ബാലേന്ദ്രൻ വെളിയിൽ നിന്ന് ഇത് കേൾക്കാൻ കേട്ടോ. അപ്പം അകത്ത് കയറി വരാൻ തുടങ്ങുമ്പോഴാണ് അലീന ഇമാതിരി കാര്യങ്ങളൊക്കെ, അലീനയല്ല രേവതി ഇമാതിരി കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ ബാലേന്ദ്രൻ കേൾക്കുന്നത്. അപ്പം ബാലേന്ദ്രൻ ഇത് കേൾക്കുന്നു. അതിന്റെ കൂടെ തന്നെ നമ്മുടെ അലീന അപ്പം വിശദീകരിക്കൂലോ. അപ്പൊ അലീന വിശദീകരിക്കുന്നത്, അവര് രണ്ടുപേരും ഹരിയും രോഹിത്തും കൂടി എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കാൻ തുടങ്ങി. ആ സമയത്താണ് ഞാനിത് തന്നെ എൻ്റെ വയറ്റിൽ കുത്തിയത്. അവൻ എൻ്റെ ആങ്ങളെയല്ലേ, എൻ്റെ രക്തമല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ല. എൻ്റെ രക്തം ജയിലിൽ പോയി കിടക്കുന്നതും അതൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹരി പറഞ്ഞിട്ടെങ്ങാണ്ടാണ്. അവൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്യുന്നില്ല, അവനെ തെറ്റിലേക്ക് പ്രേരിപ്പിച്ച് വിടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് നമ്മുടെ ബാലേന്ദ്രൻ കേൾക്കുന്ന കാര്യം ഒന്ന് ഓർത്ത് നോക്കിയാൽ, ബാലേന്ദ്രൻ ഇത് കേൾക്കുവാണ്, ചെവിയും കൊണ്ട് കേൾക്കുകയാണ് ബാലേന്ദ്രൻ അങ്ങനെ സത്യമൊക്കെ അറിയാണ്. അങ്ങനെയാണ് ബാലേന്ദ്രൻ സത്യങ്ങൾ അറിയുന്നത് കേട്ടോ. പക്ഷെ നമ്മുടെ നോവലിൽ അങ്ങനെയല്ല. നോവലിൽ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോവലിനകത്ത് നമ്മുടെ രേവതിക്ക് വേണ്ടി അലീന ഒരു കത്ത് എഴുതുന്നുണ്ട്. അപ്പൊ ആ കത്ത് എന്തോ അവിടെ എത്താതെ തിരിച്ചെങ്ങാണ്ട് റിട്ടേൺ ആ കത്ത് വരുവാണ്. അപ്പൊ രജിസ്റ്റേർഡ് എങ്ങാണ്ട് അല്ലായിരുന്നു, അങ്ങനെ രജിസ്റ്റർ അങ്ങനെ എങ്ങാണ്ടാണ്. അപ്പൊ ആ കത്ത് തിരിച്ച് വരികയാണ്. എവിടെ നമ്മുടെ അലീന നിൽക്കുന്ന, അതായത് വൈജയന്തിയുടെ വീട്ടിൽ തന്നെ വരികയാണ്. പക്ഷെ ആ കത്ത് കിട്ടുന്നത് ബാലേന്ദ്രന്റെ കയ്യിലാണ്. അപ്പൊ മഴയോ അങ്ങോട്ട് വെള്ളമൊക്കെ വീണ കത്തൊന്ന് പന്നലായി പോകുന്നുണ്ട്. അപ്പം അതിനകത്ത് എന്താണെന്ന് അറിയണമല്ലോ, അത് പന്നലായി പോകുന്നതിന് മുമ്പ്. അപ്പം അലീനയുടെ പേരിലും അല്ല വന്നിരിക്കുന്നത്, അപ്പൊ പേരൊന്നും ഇല്ലെന്ന് തോന്നുന്നു അതിനകത്ത്. അപ്പം ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി പെട്ടെന്ന് അത് വായിച്ചു നോക്കുമ്പോഴാണ് നമ്മുടെ ബാലേന്ദ്രന് അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കണ്ണ് തള്ളി പോകുന്നത്. അങ്ങനെയാണ് നോവലിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മുടെ കഥയിൽ ഇങ്ങനെ വരാനാണ് സാഹചര്യം കൂടുതൽ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു പോറാക്കുന്നില്ല. ഇനി 15 മിനിറ്റ് 20 മിനിറ്റ് ഒന്നും നീട്ടി പറയുന്നില്ല. നിങ്ങൾക്ക് എത്രയും ചുരുക്കത്തിൽ കേൾക്കാമോ അത്രയും ചുരുക്കത്തിൽ കേൾക്കാനാണല്ലോ ഇഷ്ടം. അപ്പൊ നെക്സ്റ്റ് വീക്ക് പ്രമോ ഫുള്ള് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അടുത്ത ആഴ്ച കഴിഞ്ഞും ആയി പോകുമെന്ന് അറിയില്ല. ഏതായാലും നെക്സ്റ്റ് വീക്ക് പ്രമോ ഫുള്ള് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ആദ്യം പറഞ്ഞ ഭാഗമൊക്കെ നാളെയും കയറി വരുന്നതാണ് കേട്ടോ.
അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ ഒരു ഹൈപ്പും, പുതിയ ഓപ്ഷനാണ് കേട്ടോ, ഹൈപ്പും കൂടെ തന്നിട്ട് പോണേ. ടാറ്റാ, ബൈ ബൈ.